மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் எங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை சுட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ദിജ. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആട്ടോ. രാവിലെ തന്നെ ഒരു 6 മണി സമയത്ത് ഞങ്ങൾ എണീറ്റ് ഫ്രഷായി ആയാനെയും എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് എന്നിട്ടാണ് അവൻ കിടന്ന് ഉറങ്ങണേട്ടാ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ് രാവിലെ തന്നെ. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിന്നർ കഴിച്ച സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. അതിന് ശേഷമാണ് നമ്മുടെ സ്ഥലത്തോട്ട് പോണത്. അപ്പോൾ നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേരാണ് മിസ്ഫട്ട് അലബ്രിയാൻ. ഇതൊരു ഹൈ റേഞ്ച് പ്ലേസ് ആണ്. നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരങ്ങളിൽ ഉള്ളൊരു ചെറിയൊരു ഗ്രാമമാണ്. ഓൾഡ് വില്ലേജ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പം ഞങ്ങളിപ്പോൾ റൂം എടുത്തേക്കുന്നത് മിസ്വ സിറ്റിയിൽ തന്നെയാണ്. അവിടെ നിന്ന് ഒരു 100 കിലോമീറ്ററോളം ഉണ്ട്. 1 മണിക്കൂറിനുള്ളിലൊക്കെ എന്തായാലും എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ മാപ്പ് ഇട്ടിട്ടാണ് പോണത്. ഇപ്പോൾ താമസിക്കുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ട് പോകും തോറും നമുക്ക് തിരക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വന്നെ കാണാം. എന്നാലും ഞങ്ങൾ താമസിക്കുന്ന ദുഃഖം പോലത്തെ അല്ല, അത്യാവശ്യം തിരക്കുള്ള ഭാഗമൊക്കെ തന്നെയാണ്. പോണ വഴിയിലാണ് ഞങ്ങൾ ഇത് കണ്ടത്. വലിയൊരു മലയുണ്ട്. ആ ഒരു മലയിൽ കൂടെ ശരിക്കും മൗണ്ടൻ പോലെ രാവിലെയൊക്കെ എല്ലാവരും ട്രക്കിങ് പോലെയൊക്കെ പോകുന്നുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ കൂടെ. അപ്പോൾ നമുക്ക് ഇതെന്തായാലും കയറണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഇവനെയും കൊണ്ട് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ സ്ഥലത്തോട്ട് തന്നെയാണ്. ഇപ്പോൾ വഴിയിലൊക്കെ ഫുള്ള് നമ്മുടെ ഒരു ഊട്ടി കൊടൈക്കനാലും മൂടലാണ്. നിറച്ച് മലകളും മലകളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് പോണത്. നല്ല രസമുണ്ട്. പച്ചപ്പില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങോട്ട് അടുക്കും തോറും ചെറിയ രീതിയിലൊക്കെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പന അതുപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതാ കാണുന്ന ഒരു സ്ഥലം കണ്ടോ, മലകൾക്കിടയിൽ കുറച്ച് വെള്ള കാണുന്നത്, ആ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞാനിപ്പോൾ സൂം ചെയ്തെടുക്കുകയാണ്. ആ ഏരിയയിൽ കൂടെയൊക്കെ കയറിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോവുക. ശരിക്കും മലയുടെ മുകളിലാണ് ഈ ഒരു ഗ്രാമം വന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എത്തണ വരെ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഏതൊരു പ്ലേസിലേക്ക് പോണതും അത് ഗൂഗിൾ മാപ്പ് അങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗൂഗിളിൽ അവർ അപ്ലോഡ് ചെയ്തേക്കണ ഇമേജ് വെച്ചിട്ടാണ്, പിന്നെ റിവ്യൂ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ പ്ലേസിലേക്കും പോണത്. മിക്ക പ്ലേസിലും അടാറ് ഫ്ലോപ്പ് ആവാറ് പതിവ്. പിക്ചർ പോലെ ഒന്നും ആയിരിക്കില്ല. ക്യാമറയുടെ ആ ഒരു ഭംഗി മാത്രമാണ് പിക്ചേഴ്സിലൊക്കെ ഉണ്ടാവുക. പിക്ചർ ഭംഗി ഉണ്ടെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ അത് കാണാറില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ടും പോയത്. ഒട്ടും എന്താ പറയുക, വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ ഹൈ റേഞ്ച് അങ്ങനെ ഒരു മോഡൽ, അതും നമുക്ക് അവിടെ എത്താറായപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു ഹൈ റേഞ്ച് ആണെന്നുള്ളത്. നമ്മൾ ഓൾഡ് വില്ലേജ് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് പോണത്. അടിയിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഈ മല കയറിയിട്ട് ശരിക്കും കൊടൈക്കനാൽ ഊട്ടി പോലെ തന്നെയാണ് നമുക്ക് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതേ നേരെ കാണുന്ന മല കണ്ട, അവിടെയാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ കാണിച്ചത് ഈ പോണ വഴി തന്നെയാണ് നമുക്കൊരു പാർക്കുള്ളത്. അത് നമുക്ക് റിട്ടേൺ വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പോണത് കേട്ടോ. അപ്പോൾ ഈ ഹൈ റേഞ്ച് കയറാനായിട്ട് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേര് വന്നു പോണ സ്ഥലമാണ്. എന്നാലും എനിക്ക് പേടിയുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു പകുതി കയറിയപ്പോൾ നമുക്ക് ഇത്രയും മതി, നമുക്ക് തിരിച്ച് പോവാം, അവിടെ കയറിയിട്ട് ഒന്നും കാണാനില്ലല്ലോ, വെറുതെ എന്തിനാ സമയം വേസ്റ്റ് ആക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമൃതേട്ടൻ്റെ ഒറ്റൊരാളുടെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങളിത് കംപ്ലീറ്റ് ആക്കിയത്. കയറില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമായേനെ. നിസ്വ വരെ വന്നിട്ട് ഏറ്റവും കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം ഇതായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മിസ്സായാനെ. എപ്പോഴേ നമ്മൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാനിരുന്ന് പറയുന്നുണ്ട് നമുക്ക് പോവാം കയറണ്ടെന്നൊക്കെ. എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. അങ്ങനെ നമ്മളവിടെ കയറിയപ്പോൾ പൊന്നെ എന്തോരം പേരാണ്. ഇംഗ്ലീഷുകാരായിരുന്നു ഫുള്ള്. ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് അവിടെ. ഇപ്പോൾ ആ ഒരു പഴയ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും അത് വല്ലാണ്ട് മോഡിഫൈ ചെയ്യാതെ ആ ഒരു രീതിയിലൊക്കെ പഴമ കൊണ്ടിട്ടാണ് അവർ അതിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോണത്. അതിൻ്റെ ഉള്ളിൽ റിസോർട്ട് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ താമസിക്കാം. അങ്ങനെയൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ ഇതൊരു നമ്മൾ കുറച്ച് ദൂരം മാത്രം കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അടിയായത്. ഇനി പോകണ്ട, ഇവിടെ നിന്ന് തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അമൃതേട്ടൻ വളയ്ക്കല്ല ചെയ്തത്, മേലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ടു, ഈ വണ്ടികളൊക്കെ അത് കണ്ട് തിരിച്ച് വന്നതാണ്. പിന്നെ നമ്മുടെ പിന്നാലെ ഒരുപാട് വണ്ടിയുണ്ട്, ഫ്രണ്ടിൽ ഒരുപാട് വണ്ടി പോയിട്ടുണ്ട്. ഫുൾ ഇംഗ്ലീഷുകാരാട്ടോ. ദുബായിൽ നിന്ന് അങ്ങനെ ഒരുപാട് ദുബായിലെ വണ്ടിയാണ് കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേകിച്ച് ഗൈഡ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് ആ ഒരു ചരിത്രങ്ങളൊക്കെ പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് കുറേ ഗൈഡും ഉണ്ട്. ഇവർക്ക് റെൻറ്റിന് കാറും ഉണ്ട് മേലേക്ക്.
അപ്പം അങ്ങനെ ഞങ്ങളിതാ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ, സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ, അറിയമാൻ പേട പോലെ നീ എന്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ, മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പുമെയ്യുമ്പോൾ, നീ വനവലാകയായി പാടുന്നു. ഇതൊരമരഗന്ധർവയാമം, ഇതൊരനക സംഗീത സല്ലാപം, അലഞ്ഞൊറിയും ആഷാഢതീരം, അതിലമൃദു പെയ്യുമീഴാം യാമം. അറിയാതെ ഈ പവിഴവാർത്തിങ്കളറിയാതെ അലയാൻ വാ ഈ പ്രണയതൽപത്തിലമരാൻ വാ. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் எங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை சுட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் எங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை சுட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை சுட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. லா 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 லா. അപ്പോൾ ഇത് നമ്മളങ്ങനെ ഈ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് കയറിയേക്കാണ്. ഇതിൽ കൂടി ആട്ടോ എൻട്രി വേണ്ടത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കുറേ വഴികൾ കാണാം. ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. എല്ലാത്തിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഓരോരോ വഴിയും, അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിലൊക്കെ കാണാം ഇങ്ങനെ LED വെച്ചേക്കുന്നതൊക്കെ. ഇതിൽ കൂടെ നമുക്ക് പോവാമെന്നും കുഴപ്പമില്ല. പക്ഷെ തിരിച്ച് വരാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് ഇടേണ്ട അവസ്ഥ വരുമോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ആയിരുന്നു കേട്ടോ. തിരിച്ച് വരെ നമുക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. ഒരുപാട് വഴികളുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ ഒരു സ്ഥലം അങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഒരു റൂമാട്ടോ. ഇവിടെ നമുക്ക് താമസിക്കാം. അതുപോലെ ഒരുപാട് റൂമുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനും പറ്റും. രാത്രി വ്യൂ അടിപൊളിയാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര സെറ്റപ്പാട്ടോ. ഒരു വിധത്തിൽ അങ്ങനെ മേലെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വഴിയും കാണില്ല, എവിടെ എത്തിയെന്ന് വരെ തിരിച്ചറിയാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചിങ്ങോട്ട് പോന്നിട്ടോ. ശബ്ദങ്ങൾ കേൾക്കാൻ ബാക്കിയുള്ളവർ വർത്തമാനം പറയുന്നതൊക്കെ, പക്ഷേ എവിടെ നിന്നാണെന്ന് മനസ്സിലാവണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് താഴത്തോട്ട് ഇറങ്ങേണ്ട സ്ഥലത്തി. അപ്പോൾ അതെ ഇറങ്ങി ആ ഒരു സ്ഥലം കഴിഞ്ഞ് നേരെ വരുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു പൂൾ സെറ്റപ്പാട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ് കൂടുതലായിട്ട്. ഇപ്പം നമുക്ക് കുളിക്കാനും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബോയ്സ് ഓൺലി ആണ്. ഗേൾസിന് കാണുന്നത് ആ ഒരു ഡോറിൻ്റെ അപ്പുറത്തെ സൈഡായിട്ടാണ് ഗേൾസിൻ്റെ വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇതുപോലെ തന്നെ ചെറിയൊരു വെള്ളം പോണ സ്ഥലമൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു ബാത്ത് പോലെ ഉണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ ആരൊന്നും ഇല്ല അവിടെ. 2
രണ്ട് സൈഡിലും ആൾക്കാരില്ല, എല്ലാവരും ഇപ്പോൾ താഴെയാണ്, നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും അടിയിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവർക്കും, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. പക്ഷേ ഈ ഇറങ്ങിയതൊക്കെ തിരിച്ച് കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇറങ്ങാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. എന്നാലും പിന്നെ അങ്ങോട്ട് പോയി. ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു പേടി ശരിക്കും പറഞ്ഞാൽ ഞാൻ കയ്യിൽ നിന്ന് എങ്ങാനും ഇപ്പോൾ കുട്ടിയായാലും നമ്മളായാലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ താഴത്തോട്ട് പോകും, ശരിക്കും ഒരു കൊക്ക പോലെയാണ്. അതിനകത്തേക്കാണ് നമ്മൾ ഈ ഇറങ്ങി സ്റ്റെപ്പൊക്കെ വെച്ച് അവരിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മൾ ആ കാണുന്ന വലിയ മലയുടെ അടിയിലോട്ടാണ്, ആ മലയുമുക്കൂടെ ഇങ്ങനെ അടിയിലോട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് ബോധോദയം വരണത്, ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് വാഴ, ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെയാണ്, വാഴ, പന അങ്ങനത്തെയൊക്കെയാട്ടാ. പിന്നെ ആ പച്ച നിൽക്കുന്ന നെല്ല് പോലത്തെ എന്തോ സാധനമാണ്, പക്ഷെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനാറ്, നാരങ്ങ, ഇതൊക്കെയാണ് മെയിനായിട്ടുണ്ടായത്. അനാറും വാഴയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ചെറിയ വാഴ വരെ കുലച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിലൊക്കെ ഇംഗ്ലീഷുകാർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഗൈഡും ഉണ്ട് കൂടെ, അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പോണത്. അപ്പോൾ കണ്ട, ഇതാണ് മിസ്വ ഓൾഡ് ഹൗസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തത് ഫുള്ള് വാഴയാട്ടോ. ആ കാണുന്ന ബാക്കിലേക്ക് ഫുള്ള് വാഴയാണ്, പിന്നെ പനയാണുള്ളത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ താഴത്തോട്ട് പോവാണ്. താഴെ പിള്ളേർ കളിക്കുന്ന ശബ്ദവും, അപ്പോൾ വാതി പോലെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. പക്ഷെ ഞാൻ കംപ്ലീറ്റ് അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. കുറച്ച് ദൂരം പോയിട്ട് ഞാനും ഉണ്ണി അവിടെ നിന്നു. പിന്നെ അവിടെ പോയിട്ട് നോക്കിയപ്പോൾ അടിയിൽ ഫുള്ള് സെറ്റാണ്, ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും അടിയിലോട്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ കയറി അടുത്ത മലയിലേക്ക് നമുക്ക് ശരിക്കും കയറാൻ ഒരു റോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്കതൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തനിയെ പോകാന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ അപ്പുറത്ത് അവരിങ്ങനെ മലയിൽ കൂടെ കയറുന്നതൊക്കെ നമുക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. സമയവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ള് ചുറ്റി കാണാൻ പറ്റും. ഞങ്ങൾക്ക് സമയവും കുറവായിരുന്നു, ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് തിരിക്കേണ്ട കാരണം ഞങ്ങൾ കുറച്ച് നേരം മാത്രം അവിടെ സ്പെൻഡ് ചെയ്തോളൂ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ കണ്ടുള്ളൂ. ഞങ്ങൾ പിന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തെ പറ്റിയിട്ട്. അപ്പോൾ അതിനകത്ത് കുറേ പേരൊക്കെ ഇവിടെ നിന്ന് ഫ്രഷായിട്ട് അനാറൊക്കെ പൊട്ടിച്ച് അങ്ങനത്തെ ഒരു വീഡിയോ, മുറിച്ച് കഴിക്കണൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ആ ഒരു പ്രതീക്ഷയിൽ വന്നത് നമുക്കും അനാറ് പൊട്ടിക്കാൻ പറ്റും, കുഴപ്പമുണ്ടാവില്ല എന്ന്. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ അനാറൊക്കെ ചെറുതായിരുന്നു. പിന്നെ പൊട്ടിക്കാനായിട്ട് അവിടെ കുറച്ച് സെക്യൂരിറ്റി ഇല്ല, അങ്ങനത്തെ കുറച്ച് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉള്ള കാരണം ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ നാരങ്ങ ഇങ്ങനെയൊക്കെ 2-3 പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതാണെങ്കിലും വീട്ടിൽ വന്നപ്പോൾ നല്ല നാരങ്ങയായിരുന്നു, നമ്മുടെ വലിയ നാരങ്ങയുടെ അതേപോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റൊക്കെ. അനാറും പൊട്ടിക്കാൻ നോക്കിയപ്പോൾ അതെന്തോ കേടായിരുന്ന കാരണം വെറുതെ പൊട്ടിച്ചില്ല. എനിക്കാണെങ്കിൽ പൊട്ടിക്കാനും പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ദേ ഇവിടേക്ക് ഇങ്ങനെ പനയുടെ സംഭവം കൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട താഴത്തോട്ടൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. അത് ഫുൾ ഇംഗ്ലീഷുകാരാണ്. ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ അവരിങ്ങനെ കല്ല് വെച്ചിട്ട് തന്നെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റോപ്പ് ഇട്ടിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകാനും പറ്റും. അവിടേക്ക് അധികം അങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. ചെറുപ്പം ആൾക്കാരൊക്കെ തന്നെയാണ് പോണത്. പ്രായമായ കുറേ പേരുണ്ടായിരുന്നു, അവരൊക്കെ ഇവിടം വരെ വന്നിട്ട് തിരിച്ച് പോരാട്ടാ. ഇതാണ് നാരങ്ങയുടെ ചെടി. ഇവിടെ നിന്നാണ് ഞാൻ 2-3 നാരങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തത്. അവിടെ നിൽക്കുന്ന സമയത്തൊന്നും എനിക്ക് പ്രത്യേകിച്ച് പേടിയോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഞാൻ ഈ അറ്റത്തല്ലേ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നെന്നൊക്കെ ആലോചിക്കുമ്പോൾ കൈയൊന്ന് തെറ്റിയാൽ മതി അങ്ങോട്ട് വീഴാനായിട്ട്. എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ആ പേടി വന്നത്. അതുപോലെ തന്നെ ഇത് ഞങ്ങൾ ശനിയാഴ്ചയായിരുന്നു ഈ സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മിസ്വട്ടിലോട്ട് പോണേക്കാളും മുന്നേ ജബൽ ഷംസിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നമുക്ക് ട്രക്കിംഗ് ആണ് കൂടുതൽ. അപ്പം നമ്മുടെ 4x4 അല്ല കാറ്, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാഞ്ഞത്. പിന്നെ ട്രക്കിങ്ങിനോട് വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് മിസ്വറ്റ് അബ്രേറ്റിലോട്ട് വന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നതിന് ശേഷമാണ് ഞങ്ങൾ ആ വാർത്ത അറിഞ്ഞത്. നമ്മുടെ ചിത്ര അയ്യരുടെ സഹോദരി ശാരദ അയ്യർ ജബൽ ഷംസിലായിരുന്നു, നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഇടയിലാണ് മരണപ്പെട്ടത്. അത് സെയിം ഡേ തന്നെയായിരുന്നു, ഉച്ച സമയത്തായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് വണ്ടിയുടെ പ്രശ്നം പിന്നെ സമയത്തിൻ്റെ പ്രശ്നമുള്ള കാരണമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ മരണ വാർത്തയൊക്കെ ഞങ്ങൾ അറിയണത് വീട്ടിലെത്തിയതിന് ശേഷമാണ്. ഫോണൊക്കെ എടുക്കുമ്പോഴാട്ടോ ഇത് അറിയുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചുണ്ട്. അത്രയും ദൂരം തന്നെ നമ്മൾ പോയുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ റിട്ടേൺ പോകുന്നു. ഇപ്പം തന്നെ ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് നേരെ പോണത് ഇതിൻ്റെ താഴെ ഒരു പാർക്കുണ്ട്. ആ ഒരു പാർക്കും കൂടി കണ്ടതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് എന്തായാലും പാർക്ക് കണ്ടിട്ട് ഞങ്ങൾ പോരും. പിന്നെ നിസ്വയിൽ പോയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ദുഃഖത്തോട്ട് തിരിക്കണത്. അപ്പോൾ നമുക്ക് പാർക്കിലോട്ട് പോണ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പം തന്നെ 15 മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക്
അടുത്ത വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു പാർക്കിലത്തെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.